ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിഞ്ചു സെറ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ്. ഇപ്പോൾ ഇവിടെ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഒരു 4 മീഡിയം സൈസ് സവോള, ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി ഇത്രയും അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. മുട്ടക്കറിയിൽ ചേർക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ 2 ചെറിയ കഷ്ണം പട്ട, 3 കഷ്ണം ഏലക്കായ്, 2 തക്കോലം, 2 ഗ്രാമ്പു, 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട്. കറിയിൽ ചേർക്കാനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ 50 ഗ്രാം കശുവണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. കൂടെ ടൊമാറ്റോ പ്യൂരിയാണ് ഇത് ഞാനൊരു 4 ടേബിൾ സ്പൂണാണ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ടൊമാറ്റോ ചേർക്കേണ്ടവർക്ക് 2 വലിയ ടൊമാറ്റോ ചേർത്താലും മതിയാവും. ഇപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ സവോളയെ കുറച്ച് ചെറുതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കശുവണ്ടിയും ടൊമാറ്റോ പ്യൂരിയും കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒരു 5 മിനിറ്റ് വഴറ്റാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ മൂടിയൊന്ന് എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. ഇപ്പോൾ ഇത്രയും മതിയാകും. ഇതിൻ്റെ അകത്തേക്ക് ഇനി നമ്മൾ മസാലകൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്തിട്ട് നമ്മൾ ഇനി ഇത് ഇളക്കി കൊടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ അകത്തേക്ക് ഇപ്പം 1 തണ്ട് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് തണുത്തതിന് ശേഷം നമ്മളിത് മിക്സിയിലെടുത്ത് അരച്ചൊരു പേസ്റ്റ് ആക്കാൻ പോവുകയാണ്. നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന മസാലയൊക്കെ ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ മസാലയെല്ലാം കൂടെ മിക്സിയിൽ നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ടക്കറി ഉണ്ടാക്കാനായിട്ടുള്ള മുട്ട നമ്മളിവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അടുപ്പത്ത് വെച്ച് നമ്മൾ പാൻ ചൂടാക്കിയിട്ട് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കടുകും ജീരകവും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ അരച്ച് വെച്ച മസാല നമ്മൾ ഈ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് വഴറ്റാൻ പോവുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു 50 മില്ലി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വെച്ചാൽ ഈ മസാലയൊക്കെ ശരിക്കൊന്ന് വേകാനായിട്ടാണ്. മസാലയൊക്കെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കാൻ പോവുകയാണ്. അതിനുശേഷം ആവശ്യമുള്ള വെള്ളം നമ്മൾ ചേർത്തിട്ട് ഗ്രേവി ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്രേവി നിങ്ങൾക്ക് എങ്ങനെ ആവശ്യമുള്ളതുപോലെ വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് ഉപ്പും കൂടി ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഗ്രേവിക്കകത്തേക്ക് മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കുക. മുട്ടനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വരഞ്ഞെടുക്കുക. അത് മസാലയൊക്കെ മുട്ടയ്ക്കകത്ത് പിടിക്കാനായിട്ടാണ്. ഇപ്പോൾ ഇവിടെ ഗ്രേവിക്കകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഗ്രേവി തിളച്ച് വരുന്നുണ്ട്. അതിൻ്റെ അകത്തേക്ക് മല്ലിയില ആഡ് ചെയ്തിട്ടുണ്ട്. മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.